മൂന്ന് ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോകുന്ന ജമ്മു കാശ്മീരിൽ ആര് അധികാരത്തിലെത്തും? 10 വർഷത്തിന് ശേഷമാണ് അവിടെ സമ്മതിദാന അവകാശം മൂലമുള്ള ജനാധിപത്യ പ്രക്രിയയായ തെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോകുന്നത്. നിരവധി സർവേ ഫലങ്ങളിൽ ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായി നിൽക്കുന്ന ഒരു സർവേ ഫലം വിധാൻസഭയുടെ സർവേയാണ്. വിധാൻസഭ സർവേ പ്രകാരം ആകെ 90 നിയമസഭാ മണ്ഡലങ്ങളുള്ള ജമ്മു കാശ്മീരിൽ ഇനി ആര് അധികാരത്തിലെത്തുമെന്നാണ് സർവേ ഫലം എന്ന് നോക്കാം. ഏറ്റവും ആദ്യം ബന്ദിപ്ര എന്ന ജില്ലയാണ്. അവിടെ ആകെയുള്ളത് 3 നിയമസഭാ മണ്ഡലങ്ങൾ. ആ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ NDAക്ക് ഒരു സീറ്റ് പോലും ഇല്ല എന്നാണ് സർവേ ഫലം പറയുന്നത്. പകരം ഇന്ത്യ സഖ്യത്തിന് 2 സീറ്റുകൾ, PDPക്ക് 1 സീറ്റ്, മറ്റുള്ളവർക്ക് ഒന്നുമില്ല. അടുത്തത് കപ്വാഡയാണ്. കപ്വാഡയിൽ ആകെയുള്ളത് 6 നിയമസഭാ മണ്ഡലങ്ങൾ. 6 നിയമസഭാ മണ്ഡലങ്ങളിൽ NDAക്ക് 1 സീറ്റ്, ഇന്ത്യ സഖ്യത്തിന് 3 സീറ്റുകൾ, PDPക്ക് 1 സീറ്റ്, മറ്റുള്ളവർക്ക് 1 സീറ്റ് എന്നുള്ളതാണ് അവിടുത്തെ സർവേ ഫല സൂചിക വ്യക്തമാക്കുന്നത്. ഇന്ത്യ സഖ്യം അവിടെ NDAയേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടുന്നു എന്ന് സർവേ ഫലം പറയുന്നു. അടുത്തത് ബാരാമുളയാണ്. ബാരാമുളയിൽ ആകെയുള്ളത് 7 നിയമസഭാ മണ്ഡലങ്ങൾ. അതിൽ 2ഇടത്ത് NDA, 3ഇടത്ത് ഇന്ത്യ സഖ്യം, 1ഇടത്ത് PDP, മറ്റുള്ളവർ 1. ഇങ്ങനെയാണ് സർവേ പുറത്തു പറയുന്നത്. അവിടെയും ഇന്ത്യ സഖ്യം ഒരു പടി മുൻപിൽ തന്നെയാണ് നിൽക്കുന്നത്. പുൽവാമയിൽ ആകെയുള്ളത് 4 നിയമസഭാ മണ്ഡലങ്ങൾ. പുൽവാമ ജില്ലയിലെ 4 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇന്ത്യ സഖ്യം നേടുവാൻ പോകുന്നത് 3 നിയമസഭാ മണ്ഡലങ്ങളെന്നും NDA 1 എന്നുമാണ് സർവേ ഫലം പറയുന്നത്. ഇവിടെ PDPക്കും മറ്റുള്ളവർക്കും സീറ്റില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമല്ല പുൽവാമയിൽ നടക്കുവാൻ പോകുന്നത്. പുൽവാമ വലിയ പോരാട്ടങ്ങൾ നടന്നിട്ടുള്ള ഭൂമികയാണ്. അവിടെ BJPക്ക് സ്വാധീനം വരേണ്ട ഒരിടമാണെങ്കിൽ പോലും ഇന്ത്യ സഖ്യം അവിടെ 3 സീറ്റുകൾ നേടുമെന്നാണ് സർവേ ഫലം പറയുന്നത്. ബഡ്ഗാമ ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 2ഇടത്ത് NDA, 2ഇടത്ത് ഇന്ത്യ സഖ്യം, 1ഇടത്ത് PDP. അവിടെ കൃത്യമായ പോരാട്ടമാണ് ഈ ബഡ്ഗാമയിൽ നടക്കുവാൻ പോകുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ്. NDAയും ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ വീതം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു. ഗന്ദർബലിൽ ആകെയുള്ളത് 2 നിയമസഭാ മണ്ഡലങ്ങൾ. അതിൽ 1ഇടത്ത് NDA, 1ഇടത്ത് ഇന്ത്യ സഖ്യം. അടുത്തത് ഉധംപൂർ ജില്ലയാണ്. ഉധംപൂർ ജില്ലയിൽ ആകെയുള്ളത് 4 നിയമസഭാ മണ്ഡലങ്ങൾ. 4 നിയമസഭാ മണ്ഡലങ്ങളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം. NDA അവിടെ നേടുവാൻ പോകുന്നത് 2 നിയമസഭാ മണ്ഡലങ്ങൾ, ഇന്ത്യ സഖ്യം 2 ഇങ്ങനെയാണ് വിധാൻ സർവേ ഫലം വ്യക്തമാക്കുന്നത്. അടുത്തത് കസ്ദ്വാഡ ജില്ലയാണ്. കസ്ദ്വാഡ ജില്ലയിൽ ആകെയുള്ളത് 3 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ 1ഇടത്ത് NDA, 2ഇടത്ത് ഇന്ത്യ സഖ്യം. ഇന്ത്യ സഖ്യം നേരിയ മുന്നേറ്റം അവിടെ ഉണ്ടാക്കുമെന്ന് സർവേ ഫലം വ്യക്തമാക്കുന്നു. ധോഡ ജില്ലയാണ് അടുത്തത്. ധോഡ ജില്ലയിൽ ആകെയുള്ളത് 3 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ 1ഇടത്ത് NDA, 1ഇടത്ത് ഇന്ത്യ സഖ്യം, 1ഇടത്ത് PDP. അതായത് NDAയും ഇന്ത്യ സഖ്യവും PDPയും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്ന ഒരു ജില്ലയായി ധോഡ മാറുന്നു. റാംബൻ എന്ന ജില്ലയിൽ 2 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ 1ഇടത്ത് NDA, 1ഇടത്ത് ഇന്ത്യ സഖ്യം, 1ഇടത്ത് PDP. അവിടെ NDA നിലം തൊടില്ല എന്നാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത്. കഡ്വ ജില്ലയിൽ ആകെയുള്ളത് 6 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ 1ഇടത്ത് NDA, 3ഇടത്ത് ഇന്ത്യ സഖ്യം, 1ഇടത്ത് PDP, 1ഇടത്ത് മറ്റുള്ളവർ. പൂഞ്ച് ജില്ലയിൽ ആകെയുള്ളത് 3 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ 1ഇടത്ത് NDA, 2ഇടത്ത് ഇന്ത്യ സഖ്യം. രജൌരി ജില്ലയാണ്. രജൌരി ജില്ലയിൽ ആകെയുള്ളത് 5 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ 1ഇടത്ത് NDA, 3ഇടത്ത് ഇന്ത്യ സഖ്യം, 1ഇടത്ത് മറ്റുള്ളവർ, PDP 1ഇടത്ത്. അടുത്തത് ഷൗഫിയ ജില്ലയാണ്. അവിടെ ആകെയുള്ളത് 2 നിയമസഭാ മണ്ഡലങ്ങൾ. ആ 2ഇടത്തും ഏകപക്ഷീയമായി ഇന്ത്യ സഖ്യം വിജയിക്കുമെന്ന് സർവേ ഫലം വ്യക്തമാക്കുന്നു. ആനന്ദ്നാഗ് എന്ന ജില്ലയാണ് അടുത്തത്. അവിടെ 7 നിയമസഭാ മണ്ഡലങ്ങൾ. ആ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 2ഇടത്ത് NDA, 3ഇടത്ത് ഇന്ത്യ സഖ്യം, 1ഇടത്ത് PDP, 1ഇടത്ത് മറ്റുള്ളവർ. കുൽഗാമ ജില്ലയാണ് മറ്റൊരു ജില്ല. അവിടെ 3 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. NDA 1ഇടത്ത്, ഇന്ത്യ സഖ്യം 2ഇടത്തുമായി അവിടെ വിജയിക്കും. സാംബ ജില്ലയിൽ ആകെയുള്ളത് 3 നിയമസഭാ മണ്ഡലങ്ങൾ. 2ഇടത്ത് NDA, 1ഇടത്ത് ഇന്ത്യ സഖ്യം. ഏറ്റവും പ്രധാനപ്പെട്ട ജമ്മു കാശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയാണ് ജമ്മു. ആ ജമ്മുവിൽ ആകെയുള്ളത് 11 നിയമസഭാ മണ്ഡലങ്ങൾ. ആ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 3ഇടത്ത് NDA, 6ഇടത്ത് ഇന്ത്യ സഖ്യം, 2ഇടത്ത് PDP എന്നുള്ളതാണ് കണക്ക്. വിധാൻസഭാ സർവേ ഫല പ്രഖ്യാപനം അടിസ്ഥാനപ്പെടുത്തി റിയാസി എന്ന ജില്ലയിൽ ആകെയുള്ളത് 3 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ ഇന്ത്യ സഖ്യം നേടുവാൻ പോകുന്നതും 3 തന്നെ. അതായത് അവിടെ NDAക്കോ PDPക്കോ മറ്റുള്ളവർക്കോ സ്ഥാനമില്ല. ഏകപക്ഷീയമായി റിയാസിലും ഷൗഫിയയിലും ഏകപക്ഷീയമായ വിജയം നേടുവാൻ പോകുന്നത് ഇന്ത്യ സഖ്യമാണ്. ശ്രീനഗറിൽ ആകെയുള്ളത് 8 നിയമസഭാ മണ്ഡലങ്ങൾ. ശ്രീനഗറിൽ 4ഇടത്ത് NDA, 4ഇടത്ത് ഇന്ത്യ സഖ്യം. ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ അവിടെയും നടക്കുവാൻ പോകുന്നു. അതായത് വരാൻ പോകുന്ന ജമ്മു ആൻഡ് കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 90 നിയമസഭാ മണ്ഡലങ്ങളിൽ 26ഇടത്ത് NDA വിജയിക്കുമ്പോൾ 49ഇടത്ത് ഇന്ത്യ സഖ്യം വിജയിക്കും, 10ഇടത്ത് PDP, 5ഇടത്ത് മറ്റുള്ളവർ എന്നുള്ളതാണ് വിധാൻസഭ സർവേ ഫല പ്രഖ്യാപനം പുറത്തുവിടുന്നത്. ഇവിടെ
കേവല ഭൂരിപക്ഷം മറികടക്കും ഇന്ത്യ സഖ്യമെന്നാണ് സർവേ ഫലം പറയുന്നതെങ്കിൽ പോലും സർവേ ഫലത്തെക്കാൾ അപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വികസന പോരാട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്താമെന്നാണ് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ജമ്മു ആൻഡ് കാശ്മീരിൽ അവിടെ കേന്ദ്രം നടത്തിയുള്ള ഇടപെടലുകൾ മുൻപന്തിയിൽ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്ന തീരുമാനമാണ് BJPക്കുള്ളത്. എന്തായാലും ഇരു മുന്നണികളും പോരാട്ടം കടുപ്പിക്കുന്നു. അവിടെ ഇന്ത്യ സഖ്യമോ NDA എന്നുള്ളതറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടതായുണ്ട്.